ഹായ്, മൈസൂർ ദസറയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈസൂർ ദസറയുടെ അവസാനത്തെ 2 ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ പറയാം, ഈ വർഷം നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം മസ്റ്റായിട്ടും നിങ്ങൾ മൈസൂർ ദസറയ്ക്ക് പോകണം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. അപ്പം ഞാൻ ഇവിടുന്ന് പോയത് പെരിന്തൽമണ്ണയിൽ നിന്നാണ്. രാത്രി 9:50 KSRTC ബസ് വയനാട് കാട്ടിക്കുളം കുട്ട വഴിയാണ് കേട്ടോ പോയത്. ആനകളിൽ നിന്നും കാണാൻ സാധിച്ചില്ല. പുലർച്ചെ ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ നേരെ മൈസൂരെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ നേരെ പോയത് വിനായക മൈലാരിയിലേക്കായിരുന്നു. ഇവിടുത്തെ ദോശയും ചട്നിയൊക്കെ വളരെ ഫേമസ് ആണ്. ദോശയുടെ മേലെ ഈ ഒരു ഗീയൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇവിടുത്തെ ഒരു ദോശയ്ക്ക് വരുന്നത് 60 രൂപയാണ്. നിങ്ങൾ മൈസൂർ വരുന്ന സമയത്ത് ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ ഒരു വിനായക മൈലാരി. കുറച്ച് ഫുഡ് സ്പോട്ടിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ഈ ഒരു വീഡിയോയിലൂടെ. വിനായക മൈലാരിയിലെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ചാമരാജേന്ദ്ര സർക്കിളിലെ പാലസിന്റെ നേരെ ഫ്രണ്ടിലേക്ക്. ഇന്ന് പാലസിന്റെ അകത്തേക്ക്, അതായത് അവസാനത്തെ 2 ദിവസം പാലസിന്റെ അകത്തേക്ക് പ്രവേശനമൊന്നും ഉണ്ടാവില്ല. അവിടുത്തെ പൂജാ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് അതിന്റെ ഫ്രണ്ടിലൊക്കെ പോയി എന്ന് മാത്രം ഒന്ന് കാണാനൊരു ആഗ്രഹം, അതുകൊണ്ട് മാത്രം. നിങ്ങൾ സ്വന്തം വണ്ടി കൊണ്ട് വരുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നടക്കുകയായിരിക്കും നല്ലത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യൂബറോ അല്ലെങ്കിൽ റാപ്പിഡോ ആയിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് എല്ലാം ഇഷ്യൂ ആയിരിക്കും. പല റോഡുകളും ഈ ഒരു ജംബോ സവാരിയും മറ്റു കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ നേരെ ഉച്ചയായി നമ്മൾ നേരെ വിട്ടത് RRRലെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ്. സ്പെഷ്യലി മട്ടൻ ബിരിയാണി 285 രൂപയുണ്ട് വരുന്നത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഇതും ഒരു മസ്റ്റ് ട്രൈ ആണ്. ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ അതേ ഒരു ടേസ്റ്റ് ആണ് എനിക്കിത് ഫീൽ ചെയ്തത്. അതിനുശേഷം നമ്മളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പെഷ്യൽ ഒരു ഗോരി സോഡ സർബത്ത് നമ്മൾ കുടിച്ചു. ഇത് സ്പൈസി ഉണ്ട്, അതുപോലെ തന്നെ മീട്ടയുണ്ട്. രണ്ടും കുഴപ്പമില്ല, നമ്മൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ചാമുണ്ടി ഹിൽസിലേക്കാണ്. ഇവിടുന്ന് നമ്മുടെ ലോക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും ഇങ്ങോട്ട്. 40 രൂപയാണ് ടിക്കറ്റ് ഫീ വരുന്നത്. അറിയാലോ, ദസറ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് VIPs വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ക്രൗഡ് കൺട്രോൾ നടക്കുന്നുണ്ട്. വിശേഷ ദിവസം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചാമുണ്ടീശ്വരി ഹിൽസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രിയായി. നമ്മൾ നേരെ പോയത് LIC സർക്കിളിലേക്കാണ്. കാരണം ഇവിടെയാണ് ഡ്രോൺ ഷോ നടക്കുന്നത്. ഏകദേശം 1500ഓളം ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഷോ ആണ്. ആളുകളെല്ലാം അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തിരിക്കാനുണ്ട്. 7 മണിക്ക് പറഞ്ഞ ഷോ ആണ്. ഏകദേശം ഒരു 7:45 തുടങ്ങിയിട്ടുള്ള. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ചെറിയൊരു പേടിയൊക്കെ തുടങ്ങി ഇനി ഉണ്ടാവില്ലെന്ന്. ഇവിടുത്തെ എല്ലാ ഏരിയകളും ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. മാക്സിമം ഏരിയാസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കൊറോണയ്ക്ക് ശേഷം ഇത്രയും വിപുലമായിട്ട് നടത്തുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതാ നമ്മുടെ ഡ്രോൺ ഷോ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഡ്രോൺ ഷോ ഒന്ന് കാണും.
ഞാൻ മെയിനായിട്ട് ഈ ഒരു ദസറയ്ക്ക് വന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് ഡ്രോൺ ഷോ, അതുപോലെ തന്നെ ജംബോ സവാരി. അങ്ങനെ അവർ താങ്ക് യു വരെ എഴുതി കാണിച്ചു. ഡ്രോൺ ഷോ ഇതോടെ തീർന്നു. ഏകദേശം 15 മിനിറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഷോ ഉണ്ടായത്. ശേഷം നമ്മൾ ഈ ഒരു ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുള്ള ഈ ഒരു സ്ട്രീറ്റിലൂടെ ഒരുപാട് നടന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. എല്ലാ വഴിയോരങ്ങളും ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു തിരക്കുണ്ട്. ശേഷം ഞങ്ങൾ നേരെ ഒരു 12 മണിയാകുമ്പോഴേക്കും റൂമിൽ കയറി. പിറ്റേ ദിവസം നമ്മൾ നേരെ പോയത് സംസം റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഇതും മൈസൂരിലെ ഒരു മസ്റ്റ് ട്രൈ റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ചപ്പട്ടി ബീഫും അതുപോലെ തന്നെ പാൽ ബീഫും കൂടെ റൊട്ടിയാണ് കേട്ടോ നമ്മളെടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അലി കോർണറിൽ പോയിട്ട് ഒരു ഫലൂദയെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ഫ്ലവർ ഷോ അതുപോലെ തന്നെ ആഹാരമേള എക്സിബിഷനൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ്. ടിക്കറ്റ് നിരക്ക് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അകത്ത് കയറി ഇവിടുത്തെ ഫ്ലവർ ഷോയും അതുപോലെ തന്നെ ആഹാരമേളയും എക്സിബിഷനും എല്ലാം നമ്മൾ കണ്ടു. ഇത്രയും ആയപ്പോഴത്തേക്കും സമയമായിരുന്നു കേട്ടോ. 2 മണിക്കാണ് നമ്മളുടെ ജംബോ സവാരി ആരംഭിക്കുക. അതിന് മുമ്പ് തന്നെ നമ്മൾ സ്ഥലം പിടിക്കും. ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. 2 മണിക്കാണ് പരിപാടി തുടങ്ങുന്നതെങ്കിൽ കൂടി നമ്മൾ ഒരു 11 മണിക്കെങ്കിലും എത്തിയാലേ നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥലം പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തിരക്കിൽപ്പെട്ടിട്ട് നമ്മുടെ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അത്ര തിരക്കുണ്ടാവും. നമ്മളങ്ങനെ വെയിറ്റിങ്ങിലാണ്. 2 മണി പറഞ്ഞെങ്കിലും കുറച്ച് വൈകിട്ടാണ് പരിപാടിയൊക്കെ ആരംഭിച്ചത്. നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ മഴയൊന്നും കാര്യമാക്കാതെ ഒരുപാട് ആളുകൾ മരത്തിൻ്റെ മുകളിലും മതിലിലും എല്ലാ സ്ഥലത്തും പൊത്തിപ്പിടിച്ച് കയറിയിട്ട് ഈ ഒരു ജംബോ സവാരിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. ഈ ഒരു ജംബോ സവാരിയുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് വരുന്നത് ഏകദേശം 48 ടാബ്ലോകളും 70-ലധികം വരുന്ന ഫോക്ക് ട്രൂപ്പിന്റെ പെർഫോമൻസുമാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയി വരുന്നത്. അതിൽ വലിയൊരു ഹൈലൈറ്റ് ഉണ്ട്. ഈ ജനങ്ങളെല്ലാം തടിച്ചു കൂടി നിൽക്കുന്നത് വേറൊരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ്. അത് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദസറയുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ജംബോ സവാരിയുടെ കുറച്ച് ടാബ്ലോയും അതുപോലെ തന്നെ ഓരോരോ ട്രൂപ്പ് അവതരിപ്പിക്കുന്ന പ്രോഗ്രാംസും ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം അവസാനമാണ് ഇതിലെ മെയിൻ അട്രാക്ഷൻ വരുന്നത്.
ഇനിയാണ് കേട്ടോ ഈ ഒരു മൈസൂർ ദസറയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ആളുകൾ അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവം വരുന്നത്. അതെ, ഈ ആനയും ഇതിന്റെ പുറത്തിരിക്കുന്ന അമ്പാരിയും അതിനകത്തുള്ള ചാമുണ്ടേശ്വരി ദേവിയുടെ വിഗ്രഹവും ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ ഇത്രയും നേരം കാത്തിരിക്കുന്നത്. ഇതിന് വേറെ പ്രത്യേകതകളും ഉണ്ട് കേട്ടോ. ആ ആനപ്പുറത്തിരിക്കുന്ന അമ്പാരിയും അതിനകത്തുള്ള ചാമുണ്ടേശ്വരി ദേവിയുടെ വിഗ്രഹം അടക്കം ഏകദേശം 750 കിലോഗ്രാം വരുന്ന തനി സ്വർണം കൊണ്ടുണ്ടാക്കിയത്, അല്ലാതെ സ്വർണം പൂശിയതല്ല, ഫുള്ളായിട്ട് സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ആ ആനപ്പുറത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഏകദേശം 5.5 കിലോമീറ്റർ ഈ ഒരു മൈസൂർ നഗരം ഫുള്ള് ചുറ്റിയതിനു ശേഷം അത് തിരിച്ചു കയറുള്ളൂ. 10 ദിവസം നിൽക്കുന്ന മൈസൂർ ദസറയുടെ അവസാന ദിവസം ജംബോ സവാരിയുടെ ഏറ്റവും ലാസ്റ്റുള്ള അവസാനത്തെ പരിപാടി ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ മൈസൂർ ദസറയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് മൈസൂർ ദസറയുടെ 2 ദിവസം ഞാൻ പോയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഓരോ ദിവസവും സ്റ്റേജ് പ്രോഗ്രാമായിട്ടും പലതരം കലകളും ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ അടുത്ത വർഷം മസ്റ്റായിട്ടും നിങ്ങളൊന്ന് പോവുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സംഗതിയാണ് ഈ ഒരു മൈസൂർ ദസറ. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.